കല്യാണം കഴിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ ദീൻ നോക്കണം, സൗന്ദര്യം നോക്കരുത്. സൗന്ദര്യത്തിനല്ല ശ്രേഷ്ഠത കൊടുക്കേണ്ടത്. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെണ്ണ്, നല്ല വീട്, ദീനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിറം പോരാ. എല്ലാരും പറയുന്ന മറുപടി, പെണ്ണൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് പറയുന്നത്, ദീനുണ്ട്, നല്ല പെട്ടി, നല്ല അതമുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്, നിറവില്ല. പിന്നെ എല്ലാം നിറവുള്ളതിനെ കെട്ടത്തുള്ളൂ. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. സൗന്ദര്യത്തിനല്ല ശ്രേഷ്ഠത കൊടുക്കേണ്ടത്, സമ്പത്തിനല്ല മഹത്വം കൊടുക്കേണ്ടത്. എല്ലാവരും നോക്കുന്നത് പണമാണ്, എത്ര കിട്ടുമെന്നാണ് നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദീനില്ലാത്ത പണമുള്ള പെണ്ണിനെ കെട്ടല്ലേ, പണം നോക്കിയിട്ട് വിവാഹം കഴിക്കല്ലേ. ഞാനല്ല പറയുന്നത്, റസൂലുള്ളയാണ്. നബി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് പെണ്ണിന്റെ പണം നോക്കി വിവാഹം കഴിച്ചാൽ, എല്ലാവരും പണവാ നോക്കുന്നേ. ഇന്ന് പണം നോക്കിയിട്ടാ പലരും പെണ്ണ് കെട്ടിക്കുന്നത്, പെണ്ണ് കെട്ടുന്നതും. പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളിൽ നിന്ന് എത്ര കിട്ടുമെന്നാ നോക്കാം. പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീധനം പോലുള്ള ഒരുപാട് സ്വർണ്ണമുണ്ട്, കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പെണ്ണിന് എത്ര ഉണ്ടെന്നാ നോക്കാം. ഇപ്പൊ കാലം മാറി, ആണിന് എന്തോ ഉണ്ടെന്നാ പെണ്ണ് നോക്കുന്നേ. എല്ലാവരും പണം നോക്കിയിട്ടാ പെണ്ണ് കെട്ടാ. എടാ, ദീനില്ലാത്ത പെണ്ണിന് എത്ര കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും നീ കെട്ടരുത്. നബി തങ്ങൾ പറയുകയാ, പണം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പണം നോക്കി കെട്ടിയിട്ടുള്ളവന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഇപ്പൊ യത്തീംഖാനയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ പെങ്ങന്മാരെ, നിന്റെയൊക്കെ വാപ്പാനെ ഇഞ്ചി ചലിക്കുന്ന പോലെ ചതച്ച് പിടിഞ്ഞു വാങ്ങിച്ചിട്ടുള്ള ഭർത്താവിന്റെ ഇപ്പത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും ചില ഭർത്താക്കന്മാര് പറയും, പോയി ഇനിയും പേടിച്ചോണ്ട് വാ, ഇനിയും പേടിച്ചോണ്ട് വാ, അങ്ങോട്ട് പറഞ്ഞിടാ. ഒരു നാണവും ഇല്ലാതെ പെണ്ണും കെട്ടിയിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന് കെട്ടിച്ചിട്ടിട്ട് ഇപ്പോഴും പറഞ്ഞു വിടും, വീട് വെക്കാൻ പോവാ, പോയി മേടിച്ചുണ്ടോ, അത് ചോദിക്കാൻ നീയും പോകും. എന്നാലോചിക്കുക, ഇത്ര സങ്കടമാണ്. പണം നോക്കിയിട്ട് ദീനില്ല, പണം ഒരുപാടുണ്ട്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, കെട്ട അവസ്ഥ അതല്ലേ. അങ്ങനല്ല, പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, സൗന്ദര്യം. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെണ്ണ്, നല്ല വീട്, ദീനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിറം പോരാ. എല്ലാരും പറയുന്ന മറുപടി, പെണ്ണൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് പറയുന്നത്, ദീനുണ്ട്, നല്ല പെട്ടി, നല്ല അതമുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്, നിറവില്ല. പിന്നെ എല്ലാം നിറവുള്ളതിനെ കെട്ടത്തുള്ളൂ. എടാ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദീനില്ല, സൗന്ദര്യമുണ്ട്, കെട്ടണ്ട. ദീനില്ല, സൗന്ദര്യമുണ്ട്, സിനിമാ നടിയെ കെട്ടാൻ നടക്കണ കൈമാരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദീൻ വേണം. ദീനില്ലാതെ കെട്ടിയിട്ട് എന്ത് കിട്ടാനാ? എടോ, ദീനിന് പരിഗണന നിങ്ങൾ കൊടുക്കണം. വെറുതെ അല്ലത് പറയുന്നത്. ഒരു പെണ്ണിന് ദീനുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോ. പണം വേണ്ട, സൗന്ദര്യം വേണ്ട. സൗന്ദര്യത്തിന് എന്താ പരിഗണന? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിനെയാണ് പരിഗണന കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് കുടുംബ മഹിമ നോക്കുന്നവരുണ്ട്. ദീനെന്ന് പറയുന്നത് വീടിന്റെ പടി പോലും കണ്ടിട്ടില്ല, കറുത്ത അക്ഷരം ഒരെണ്ണം പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് അറിയപ്പെടുന്ന വലിയ, ഈ നാട്ടിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന കുടുംബത്തിലാ. വേണ്ടടാ ചെറുപ്പക്കാരാ, നിനക്കാ വീട്ടിലൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവിടുന്ന് പരിഗണിക്കേണ്ടത് പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. പെങ്ങളെ, കറുത്തവളാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. കറുപ്പിന് ഏഴഴകാമോളെ. കറുപ്പിനെ കറുത്ത നിറമുള്ള പെങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കറുപ്പിന് വല്ലാത്ത അഴകാട്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ ഹാജറ ബീവി കറുത്തവളായിരുന്നു പെങ്ങളോ. അതുകൊണ്ട് തൊലി കറുത്തവരുടെ ഹൃദയം വെളുത്തതാണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന ദീൻ നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ, നിസ്കരിക്കുന്നവളാണോ,
പെണ്ണാണോ, ഖുർആൻ ഓതുന്നവളാണോ, ദിക്റുകൾ പറയുന്നവളാണോ, മഹാന്മാരെ സ്നേഹിക്കുന്നവരാണോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പെങ്ങളോട് പറയുകയാ, ചിരിക്കാനും വാട്സപ്പിൽ പരിചയപ്പെടാനും ഫേസ്ബുക്കിൽ പരിചയപ്പെടാനും 100 കിട്ടും പെങ്ങള്. 5 നേരം നിസ്കരിക്കുന്ന ഒരുത്തനെ വേണം തെരഞ്ഞെടുക്കാൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളെ വേണം എന്റെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കാൻ. എന്തിനാണ് പെണ്ണുങ്ങളെ, നല്ല പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കാൻ പറയുന്നത്? വാപ്പ എത്ര നല്ലവനാണെങ്കിലും, ആലിമാകട്ടെ, ഹാഫിളാകട്ടെ, തങ്ങളാകട്ടെ, വലിയാകട്ടെ, പ്രവാസകനാകട്ടെ, ഇമാമാകട്ടെ, എത്ര വലിയ നല്ലവനാണെങ്കിലും പെണ്ണ് ശരിയല്ലേ, മക്കളുടെ കാര്യം പോക്കാ. വഅദിന് വരുന്ന ഉസ്താദന്മാര് മുഴുവനും പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു. ഞങ്ങളെ മാത്രം എന്തിനാണ് പറയുന്നത് എന്ന് സങ്കടപ്പെടുന്ന പെങ്ങള്, നീ നേരെയായ വീട് നേരെയായി മോള്, നിന്റെ ഭർത്താവ് നേരെയായി മോള്, നിന്റെ മക്കള് നേരെയായി മോള്, നിന്റെ കുടുംബം നേരെയാവുകയാണ്. പെണ്ണ് നന്നാകണം, പെണ്ണ് നന്നാകണം. പെണ്ണ് നല്ലവളാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണ് നല്ലവളാണെങ്കിൽ മക്കള് നല്ലവരാവുകയാ. മറിച്ച് വാപ്പ നല്ലവനാണ്, വാപ്പ നല്ലവനാണ്, ഭാര്യ മോശക്കാരിയാ, എത്ര വലിയ തങ്ങളാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരെയും കളിയാക്കിയതല്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കടോ. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കൊച്ചാപ്പ നൂഹിന്റെ പേരല്ല പറഞ്ഞത്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ തൗഹീദിനെ കുറിച്ച് പ്രസംഗിച്ച പ്രവാചകൻ. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മുസ്ലിമായോ? പറ, മുസ്ലിമായോ? നിങ്ങൾ പറയടോ, മുസ്ലിമായോ? മുസ്ലിമായില്ല. തന്റെ പൊന്നാര മകൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങുമ്പോ വാപ്പ പറഞ്ഞു, മോനെ യാ ബുനയ്യ ഇർഖം മഅനാ, മോനെ വാപ്പാടെ കൂടെ കേറടാ, രക്ഷപ്പെടുവടാ, കേറടാ. ഓ ഇല്ല വാപ്പ, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. ഒരു പ്രവാചകനായിരുന്നില്ലേ? 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി, ആ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചില്ല, അവള് മോശക്കാരിയായപ്പോ മക്കളും തലതിരിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകൻ. ലൂത്ത് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ ലൂത്ത് നബി? അല്ലാഹനെ കുറിച്ച് ദഅവത്ത് നടത്തിയ പ്രവാചകനല്ലേ ലൂത്ത് നബി? ഭാര്യ വിശ്വസിച്ചോ? ഭാര്യ അല്ലാഹനെ കുറിച്ച് വിശ്വസിച്ചോ? ഇല്ല, മകനും പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായോ? ഒരു പെണ്ണ് നല്ലവളായാൽ ഏത് മുതുകുടിയനായ ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, കള്ളുകുടിയനാകട്ടെ, പെണ്ണുപിടിയനാകട്ടെ, ഒരു പെണ്ണ് വിചാരിച്ചാൽ ആ മനുഷ്യനെ നന്നാക്കാൻ പറ്റും. എത്ര ചരിത്രം വേണം നിങ്ങൾക്ക്? ഒരു പെണ്ണ് വിചാരിച്ചാൽ തന്റെ ഏത് വൃത്തികെട്ട ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നന്നാക്കാൻ പറ്റൂലേ? നന്നാക്കാൻ പറ്റൂലേ? പറ്റൂലേ? പറ്റും. പക്ഷെ നിങ്ങൾ ആരും പരിശ്രമിക്കൂല. നിങ്ങൾ ആരും പരിശ്രമിക്കില്ല. ആ പണിക്ക് നിൽക്കത്തില്ല, എഴുതി അങ്ങ് തെള്ളും, അതിൽ കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വീടിന്റെ പരിസരത്ത് എനിക്ക് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും കള്ളു കുടിച്ചടക്കേണ്ട ചങ്ങാതിയുണ്ട്. ഇന്ന് ആ മനുഷ്യനെ ഒന്ന് കാണണം. ആ മുസ്ലിമ, എത്ര നല്ല മനുഷ്യനാണ്. അദ്ദേഹം കള്ളുകുടിയില്ല, ഒന്നുമില്ല, നല്ല മനുഷ്യൻ. കള്ളു കുടിച്ചിട്ട് ഓടയിൽ കിടക്കുന്ന മനുഷ്യനെ ഇന്ന് കണ്ടാൽ ആ ഒരു ചേച്ചി, അള്ളാഹു ആ ചേച്ചിക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, തന്റെ ഭർത്താവിനെ നന്നാക്കിയെടുത്തു. എത്രയോ പെണ്ണുങ്ങൾ പറയാറുണ്ട്, ഉസ്താദ് എന്റെ ഭർത്താവിനെ നിസ്കരിക്കാൻ പഠിപ്പിച്ചത് ഞാനാ, ഇവൾ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാ ഞാൻ ഇതൊക്കെ തുടങ്ങിയത് എന്ന് പറയുന്ന ഭർത്താക്കന്മാർ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ജീവിതം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നല്ല മക്കളോട് മാതാപിതാക്കൾക്ക് വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കൽ വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കും.
ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളൊക്കെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നല്ലോ. ആ ഭാര്യയെ കുറിച്ച് അത് ആമിനയാണോ, ആയിഷയാണോ, ഖദീജയാണോ, നഫീസയാണോ, ഫാത്തിമയാണോ, മറിയമാണോ, ആരും ആകട്ടെ, ഒന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളും ആലോചിക്ക്. നിങ്ങൾ നല്ലതുപോലെ ആലോചിക്ക്. ഒരുത്തനെ വളച്ചെടുത്തില്ലേ, ആ ചങ്ങാതി എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ കുട്ടി പറഞ്ഞതുപോലെ ആവാതിരിക്കട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കണം. എന്റെ പൊന്നാര സിറാജെ, പെണ്ണും കെട്ടി മക്കളെ കെട്ടിക്കാറായി, ഇപ്പൊ വന്നിട്ട് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് നിങ്ങളുടെ ഒരു പ്രതി. എനിക്കറിയാം, കുഴപ്പമില്ല. എന്തായാലും നീ പെട്ടു, മക്കളെയെങ്കിലും രക്ഷപ്പെടുത്താമല്ലോ. എന്തായാലും നിങ്ങളുടെ കാര്യം പോയി, ഇനി മക്കളെയെങ്കിലും രക്ഷപ്പെടുത്താമല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കും. വാപ്പ മസിലും പിടിച്ചിരിക്കുക, കൊന്നാലും പൊക്കൂല. ഇരിക്കണ അധികം പേരും പെണ്ണ് കെട്ടിയവരാ, പക്ഷെ പലരും കൈപൊക്കിയില്ല. എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാകണത് എന്റെ പൊന്നാര സിറാജ ഇവള് സ്വർഗത്തിലുണ്ടോ? അതാ ഇവിടെ തന്നെ ഇനി അവിടെ ഉണ്ടോന്നാ അള്ളാഹു ആലം. ലൈവാണ്. കൈപൊക്കാത്തവരെയൊക്കെ ഭാര്യമാരെന്ന് ചെല്ലുമ്പോ ചോദിച്ചോളൂ. അള്ളാഹു ഈമാൻ തരും. സ്റ്റേജിൽ നിൽക്കുന്നവരൊക്കെ ഇന്ന് പോകുമ്പോ ചോദിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ജീവിതം, അതിനുള്ള വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞൊരു അവസാനം. രണ്ട്, ഒരു വാപ്പയ്ക്ക് തന്റെ മകനോടുള്ള, തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. മോനെ, ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേര് വെക്കൽ വാപ്പയുടെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വാപ്പയ്ക്ക് മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? നല്ല പേര് വെക്കണം. ഉമർ തങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ഇവിടെ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട് ഒരു പ്രാണിയില്ലേ, കരിവണ്ടിനെന്താ? ഞങ്ങളുടെ നാട്ടില് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ റബ്ബറും തോട്ടമൊക്കെ ഉള്ളിടത്ത് വരുന്ന ഒരു വണ്ടുണ്ട്. ഞങ്ങളുടെ നാട്ടില് കരിവണ്ടെന്ന് പറയും. ചില നാട്ടിൽ അതിന് കോട്ടൊരുമ എന്ന് പറയും. ജ്വാല. ഒരു വാപ്പ തന്റെ മകനിട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തായിരുന്നു കുട്ടിയുടെ പേര്? ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? കരിവണ്ട്. നീ ചിരിച്ചു. നിന്റെ മോന്റെ പേരിന്റെ അർത്ഥം എന്താ? നിങ്ങളിൽ അധികം പേരും ചിരിച്ചല്ലോ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരിന്റെ അർത്ഥം എന്താ? സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം അറിയണ എത്ര വാപ്പമാരുണ്ട്. അവനവന് തോന്നുന്ന അനുസരിച്ച് ഗർഭിണിയാകുമ്പോഴേ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വെറൈറ്റി എല്ലാവർക്കും. പണ്ടൊരുത്തം പറഞ്ഞതുപോലെ, ഉസ്താദെ എന്റെ മകൾക്കൊരു വെറൈറ്റി പേരായിട്ട്, ഒരു വെറൈറ്റി പേര്. അപ്പൊ ചോദിച്ചു, എന്താ ഉസ്താദ് അങ്ങനത്തെ ഒരു പേര് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ എനിക്കും ആ പേരൊന്നും അറിയാൻ ആഗ്രഹം. പറഞ്ഞു, ഫാത്തിമ നിഫാസ്. നല്ല പേര്. ഒരു മകൾക്ക് വാപ്പ ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ എന്ന് പറഞ്ഞ നബിതങ്ങളുടെ മകളുടെ പേര് നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം. അടുത്തതിന് ഹൈലൊന്നും കൂടി ഇട്ടാൽ മതി, അപ്പൊ പിന്നെ റെഡിയാവില്ല. ഈ അടുത്തൊരു ചങ്ങാതി ഇപ്പം ഫുട്ബോൾ ഖത്തറിൽ ലോകകപ്പ് നടന്നു. ലോകകപ്പ് നടന്നപ്പോ ഒരു മുസ്ലിമായ നവദമ്പതികൾ തനിക്ക് അള്ളാഹു വർഷങ്ങൾക്ക് ശേഷം കൊടുത്ത മകന് പേരിട്ടത് മെസ്സി എന്നായിരുന്നു. ഈ അടുത്ത് വാട്സപ്പിലൊക്കെ കണ്ടു ഒരു സഹോദരൻ മുഹമ്മദ് സുധാകരൻ എന്ന് തന്റെ മകന് പേരിട്ടു. വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറ്റം പറയുന്നില്ല, അവൻ മുഹമ്മദ് എന്നെങ്കിലും ഇട്ടല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളോടുള്ള മഹബത്ത് കാരണം അതെങ്കിലും ഇട്ടല്ലോ. നമ്മളോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും പേരിന്റെ അർത്ഥം അവിടെ നോക്കാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പേരിന്റെ അർത്ഥം നോക്കണം പെങ്ങള്. വെറുതെ എന്തെങ്കിലും ഇട്ടാ പോരാ. മക്കൾക്ക് പേരിടുമ്പോ ഉസ്താദന്മാര് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എപ്പോഴെന്നറിയോ? പഠിക്കുന്ന കാലത്ത് പോലും അത്രയും ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാകില്ല. പക്ഷെ ഇന്നങ്ങനല്ല. എവിടെ നിന്നെങ്കിലും ഒരു പേര് തപ്പിയെടുത്തു കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കുന്ന കാലമാണ് പെങ്ങളെ. നല്ല ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന മക്കൾക്ക് നല്ല
പേരിടണം മോനെ. എന്തിനാണ് നല്ല പേരിടാൻ പറഞ്ഞത്? എന്തിനാണ് നല്ല പേരിടാൻ പറഞ്ഞത്? എന്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്കെന്ന എന്റെ വാപ്പ എനിക്ക് പേരിട്ടത്. അല്ലാഹുവേ, ഈ 37 കൊല്ലത്തിന്റെ ഇടയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് എന്നെ വിളിച്ചത് ദീനിന്റെ വിളക്കേ, ദീനിന്റെ വിളക്ക്. എല്ലാരും വിളിക്കുന്നത് അങ്ങനെയാണ്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യന് എന്നെ ദീനിന്റെ വിളക്ക് എന്ന് വിളിച്ചപ്പോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കാരണം അതൊക്കെയാണോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ കേൾക്കുന്നത് നമ്മുടെ പേര് വിളിക്കുന്നതാ. അത് നല്ലവരും വിളിക്കും, മോശമായവരും വിളിക്കും. ആ നല്ലവരുടെ ഒരു വാക്ക് മതിയടോ നമ്മളൊക്കെ മാറി മറിയാ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേര് വെക്കണേ. ഏത് പേരാ വെക്കേണ്ടത്? അഹബ്ബുൽ അസ്മാഇ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേരേതാ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേര് വെക്കണം നമ്മുടെ മക്കൾക്ക്. അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. അബ്ദുല്ല എന്ന പേരുള്ളവരുള്ള 1, 2, 3, 4, 5 പേര്, 6 പേര്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? അബ്ദുല്ല. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അബ്ദുറഹ്മാൻ ഒറ്റ മനുഷ്യൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേര്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ഖുർആനി നോക്ക്, അർത്ഥമൊന്നും ചോദിക്കാൻ ഉസ്താദന്മാരുടെ അടുത്ത് പോകണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പേര് വെക്കണേ, നബിതങ്ങളുടെ പേര് വെക്കണേ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബസ്സിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹ് പറയുകയാ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബസ്സിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ നബിതങ്ങളുടെ പേരല്ലേ മോനെ? എന്തിനാ ചെറുപ്പക്കാരാ? മജ്ലിസുന്നൂർ പാരായണം ചെയ്യുന്നവനാണല്ലോ. ബദരീങ്ങളുടെ പേര് നിനക്കറിയുമല്ലോ മോനെ. ബദർ മൗലിദ് എടുത്ത് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എത്ര പേരുകളാടാ! എന്ത് വെറൈറ്റിയാ സഹോദരാ! പെങ്ങളെ ഫാത്തിമയും നഫീസയും ആയിഷയും ഖദീജയും മൈമൂനയും, ഇതൊക്കെയല്ലേ പേര്? ഇതൊക്കെയല്ലേ പൊന്നുമോളെ പേര്? മക്കൾക്ക് നല്ല പേര് വെക്കണേ, മക്കൾക്ക് നല്ല പേര് വെക്കണേ. അത് വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ മക്കൾക്ക് നല്ല പേര് വെച്ചവരാ. ഹസനെന്നും ഹുസൈനെന്നും മുഹമ്മദെന്നും അബൂബക്കറെന്നും അബ്ദുള്ളയെന്നും നിങ്ങളൊക്കെ പേര് വെച്ചവരാ. എല്ലാവരും മക്കൾക്ക് നല്ല പേര് വെച്ചു. പെങ്ങളെ ആയിഷ, ഖദീജ, മൈമൂന, നഫീസ, എല്ലാവരും മക്കൾക്ക് നല്ല പേര് വെച്ചിട്ടുണ്ട്. പക്ഷേ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോ? ഒരു വാപ്പ തന്റെ മകന് പേര് വെച്ചിരിക്കുകയാ മുഹമ്മദ് ഹസൻ. എടാ നന്മയുള്ളവന്, എടാ നന്മയുള്ളവന് എന്ന് ഒരു വാപ്പ തന്റെ നാവ് കൊണ്ട് വിളിച്ചാ അവൻ നന്മയുള്ളവനാകുമല്ലോ. നമ്മളൊക്കെ മക്കൾക്ക് നല്ല പേര് വെച്ചിട്ടുണ്ട്. എന്നാ എത്ര പേര് വിളിക്കും? വാപ്പ അബ്ദുള്ള, അല്ലെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ, ഹുസൈൻ എന്ന് തന്റെ പൊന്നാര മകന് പേര് വെച്ചിട്ട് അവനെ വിളിക്കും മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ വാവേ. ചുമ്മാതല്ല നാൽക്കാലിയെ പോലെ ആയി പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ തന്റെ മകനെ അബ്ദുള്ള എന്ന് പേരിട്ട് മോനെ അബ്ദുള്ള എന്ന് വിളിക്കത്തില്ല, എളുപ്പത്തിന് വിളിക്കും അക്കു. ഇത് ഏതോ ഒരു ജീവിയുടെ പേരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കളുടെ പേര് വിളിക്കുന്ന എത്ര പേരുണ്ട്? മക്കളുടെ പേര് വിളിക്കുന്ന എടോ, ഈ ലോകത്ത് സ്വന്തം ഉമ്മായോളം വാപ്പായോളം മക്കൾക്ക് ദുആ ചെയ്ത സ്വീകരിക്കുന്ന പേര് ആരാ ഉള്ളത്? എനിക്ക് എന്റെ ഉമ്മ ദുആ ചെയ്താൽ ആ ദുആയോളം വലുപ്പമുള്ള വേറെ ഏത് ദുആയാ ഉള്ളത്? ഉസ്താദന്മാരുടെ ദുആയാ? ഉസ്താദന്മാരുടെ ദുആയാ? ഒരു വാപ്പ, ഒരു ഉമ്മ,
അവര് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്ത ദുആയ. അവരുടെ ഒരു വാക്കുമതി, മാതാവിന്റെയും പിതാവിന്റെയും ഒരു വാക്കുമതി നമ്മുടെ തലതിരിച്ചു കളയാൻ അള്ളാഹു നമ്മളെ കാക്കും. വിളിച്ചോ മോനെ എന്ന് വിളി. എന്താണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാ എന്ന് വാപ്പ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ, നിസ്കരിക്കാൻ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ജോലിയല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്ര പേരാ മക്കളെ പഠിപ്പിക്കുന്നത്, മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? 7 വയസ്സുള്ള ഒരു കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനല്ലേ പഠിച്ചിരിക്കണേ? അങ്ങനല്ലേ പഠിച്ചിരിക്കണേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? 7 വയസ്സുള്ളവൻ നിസ്കരിച്ച് കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ കേട്ടില്ലടോ. നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ കേട്ടില്ലടോ, പറ. തല്ലണം. എല്ലാരും ഒന്ന് നേരെ ഇരുന്നേ. നേരെ ഇരുന്നോ? നേരെ ഇരുന്നോ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ബാക്കിയുള്ളവരുടെയൊക്കെ മക്കൾ 5 നേരം നിസ്കരിക്കുന്ന പോയാൽ മക്കള് വാപ്പാനോട് പറയും, ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോവാ, ആദ്യം വാപ്പ ഒന്ന് പോയി നിസ്കരിക്കും. എടാ വാപ്പ, നിങ്ങൾ മക്കളെ എന്തിനാ തല്ലണേ? കുട്ടികളെ എന്തിനാ തല്ലണേ? 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയാണെങ്കിൽ തല്ലണ്ട. മക്കള് പറയും, ഞാനും വരുന്ന നിസ്കരിക്കാൻ. പാപ്പാടെ കൂടെ വരും. നിങ്ങളൊക്കെ പാല് കുടിക്കുന്ന കുട്ടികളുള്ളവരുണ്ടല്ലോ. ഉമ്മ 5 നേരം നിസ്കരിക്കുന്നവളാണെങ്കിൽ മക്കള് വന്നിട്ട് സുജൂദി വീഴ ഉമ്മയുടെ മുമ്പില്. എപ്പോ? 2 വയസ്സില്, 3 വയസ്സില് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ നിസ്കരിക്കുക. ഇതങ്ങനല്ല. ഈ സാധനം ചുമന്നുകൊണ്ട് നടക്ക, പാല് കുടിക്കണ കുഞ്ഞും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് പൊടിക്കുഞ്ഞും തിന്നണമെങ്കിലും ഉറങ്ങണമെങ്കിലും മിണ്ടാതിരിക്കണമെങ്കിലും ഈ സാധനമില്ലാതെ പറ്റുമോ? ഈ സാധനമില്ലാതെ പറ്റുമോ? അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നീട്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ കൊച്ചുകുട്ടികൾ പാല് കുടിക്കണ സാധനം വരെ ഇതുമില്ലാതെ പറ്റൂല. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. അല്ലാഹുവേ, ഞാൻ അവിടെ പോയി ദുആ ചെയ്തിട്ട് ഇറങ്ങി വന്നു. 3 എണ്ണം അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇത്രയും നീളമുള്ള ഒരു ടാബും വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഉസ്താദന്മാര് വന്നു, ദുആ ചെയ്തു, ഇറങ്ങിപ്പോയി. അവരൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ ആ വീട്ടിലെ ഒരെണ്ണമെങ്കിലും വന്നിട്ട് ഇതൊന്ന് ഓഫാക്കി വെക്കാനുള്ള, പറയാനുള്ള മനസ്സുപോലും ആ കുടുംബത്തിനില്ലാതെ പോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. മൊബൈലിന്റെ മക്കളായി നമ്മുടെ മക്കളൊക്കെ പോയി. മൊബൈലിന്റെ മക്കളാവുകയാ, തലതിരിഞ്ഞു പോവാ, സങ്കടപ്പെടുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ നിന്ന് പറയുകയാ, മക്കള് നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് വാപ്പയാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവനാണോ? നിത്യമായി കാണുന്ന മക്കളുണ്ടല്ലോ, അവര് ചോദിക്കുന്നു, വാപ്പാ ഞാനും വരട്ടെ, എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഇനി ഒരു ദിവസം നീ പള്ളിയിൽ പോയില്ലെങ്കിൽ നിന്റെ കൊച്ചുമക്കൾ വന്നിട്ട് ചോദിക്കുന്നു, ഉപ്പ എന്തേ പള്ളിയിൽ പോയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നന്മ കണ്ട് വളരുന്ന മക്കൾ അങ്ങനാടോ? പെങ്ങളെ, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു ബാങ്ക് വിളിക്കുമ്പോ മക്കളോട് പറയുന്ന ഖുർആനോദ്, സലാത്ത് പറയേ, നിസ്കരിക്കൂ. എവിടെ ഇരുന്നിട്ടാ മോളെ പറയുന്നത്? ടിവിയുടെ പെണ്ടിലിരുന്നിട്ട് മക്കളെ ഉപദേശിച്ചാ നന്നാകുവോ മോളെ? അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ, ആദ്യം നിങ്ങൾ നന്നാകൂ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ലിൽമുത്തഖീന ഇമാമാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ എല്ലാവരും ദുആ ചെയ്യണേ. പെണ്ണ് കെട്ടിയവനും കെട്ടാത്തവനും മക്കളുള്ളവനും പ്രായമായവരും ആണും പെണ്ണും ദുആ ചെയ്തന്. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുന്ന ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ.
ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്താണ് ദുആയിക്കകത്ത് പറയുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ പടച്ച റബ്ബേ, എന്റെ ഭാര്യയെ കണ്ണിന് കുളിർമയുള്ളതാക്കണേ അല്ലാ, എന്റെ ഭർത്താവിനെ കണ്ണിന് കുളിർമയുള്ളതാക്കണേ അല്ലാ, എന്റെ മക്കളെയും കണ്ണിന് കുളിർമയുള്ളവരാക്കണം, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നീ നന്നാക്കണം പടച്ചവര്. അവരെ കണ്ടാ തന്നെ എന്റെ കണ്ണിന് കുളിർമയാകണം തമ്പുരാന്. എന്നിട്ട് അല്ലാഹുവോട് പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ, എന്റെ കൂടെ നന്നാക്കണേ അല്ലാ, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, എന്റെ ഭാര്യയുടെയും മക്കളുടെയും ഇമാമ് ഞാനാ, എന്റെ ഭാര്യയുടെയും മക്കളുടെയും ഇമാമ് ഞാനാ. അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള പിതാവാക്കി എന്നെ മാറ്റണേ അല്ലാ, മാതാവാക്കി മാറ്റണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, മക്കളെ നന്നാക്കണേ വാപ്പാ. നിനക്ക് താടിയുണ്ട്, നിനക്ക് തഴമ്പുണ്ട്, നീ ഹാജിയാരാ, നീ പള്ളി പ്രസിഡന്റാ, നീ നാട്ടിലെ ഏറ്റവും വലിയ കൊലകൊമ്പനാ, ഇതിലൊന്നും കാര്യമില്ലടോ. മക്കളെ നന്നാക്ക് വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയോ? റസൂലുള്ളാഹി പറയുകയാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാ. ഏറ്റവും നശിച്ചവര് അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു സംസാരിക്കില്ല, അല്ലാഹു മുഖത്ത് നോക്കില്ല. അത് കള്ളുകുടിയന്മാരല്ല, പലിശ തിന്നവരല്ല, ശിർക്ക് ചെയ്തവരല്ല, അഹങ്കാരികളല്ല, ധിക്കാരികളല്ല, സക്കാത്ത് കൊടുക്കാത്തവരല്ല. അവരാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ചിലരാടോ, ഈ സദസ്സിലിരിക്കുന്ന ചിലരാടോ. നബി തങ്ങൾ പറയുകയാ, പരലോകത്തിലെ ഏറ്റവും വലിയ നിന്ദ്യവരാട്, അവര് നിന്ദ്യരാട്, ഏറ്റവും മോശമായവരാട്. അവരാരെന്നറിയോ? നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ, അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആരാ ആരാ? ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാർ, ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാർ തന്റെ ഭാര്യയും മക്കളും ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, തന്റെ ഭാര്യയും മക്കളും ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നിട്ടും ആ തെറ്റിനെ തിരുത്തി കൊടുക്കാതെ അതിനെ നിസാരമാക്കുന്ന വാപ്പ, നീ 50 ഹജ്ജ് ചെയ്തവനാണെങ്കിലും അല്ലാഹ് നിന്നെ വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ല. നിന്റെ ഭാര്യ ഈ വലിയ ഹാജിയാരും തഴമ്പും താടിയും പ്രവാസകരും ഇമാമും ഇല്ലാടാ. മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? ഖിയാമത്ത് നാളിന്റെ അടയാളവാ. ഒരു കാലം വരും, നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വാഹനം വരും, വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ജുബ്ബയും തൊപ്പിയൊക്കെ വെച്ച നിസ്കാരത്തഴമ്പുള്ള ഹാജിയാര് ഈമാനിക വേഷത്തോടു കൂടി വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. പുറകീന്ന് ഹൂറില്ലീങ്ങൾ ഇറങ്ങും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഫ്രണ്ടിൽ നിന്ന് തല തൊപ്പിയൊക്കെ ഉള്ള വലിയ ഹാജിയാർ ഇറങ്ങും. പുറകീന്ന് ഹാജിയാരുടെ ഭാര്യ ഒരു ഡോറ്, മോളൊരു ഡോറ്. കാണേണ്ട കാഴ്ചയാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തിരുത്തി കൊടുക്കണം ബാപ്പ, നിന്റെ ജോലിയാത്. പള്ളിയിലെ ഹത്തീബിനെ അല്ല തിരുത്തേണ്ടത്, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും പോയിട്ട് ആദ്യം തിരുത്തി നന്നാക്ക്. പള്ളിയിലെ ഉസ്താദന്മാരെ നന്നാക്കാൻ, നാട്ടുകാരെ നന്നാക്കലല്ല, ആദ്യം നിന്റെ കൂടെ കിടക്കുന്നവളെ നന്നാക്ക്. അവര് രണ്ടുപേരെയും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ വിട്ട് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ടില്ലേ? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്തല്ലേ? ആണോ അല്ലേ? ആണിന്റെ ഔറത്താണോ? ഔറത്താണ്. എന്നിട്ട് നിന്റെ മോൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നില്ലേ? എന്തേ ആ തുടകീറിയതൊന്ന് നേരെ തച്ചു കൊടുക്കാത്തത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
പൊക്കിളി മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്ത്. നിന്റെ മോൻ കീറിയ പാൻറ്റും ധരിച്ചിട്ട് നടക്കാം. നീ ആദ്യം പോയിട്ടൊരു നല്ല പാൻറ് വാങ്ങിച്ചു കൊടുക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങള് സുബ്ഹാനല്ലാഹ് എന്നാലോചിക്ക്. ഇവരുടെ ഒന്നും പറയാൻ പറ്റില്ല ഇവരെ കുറിച്ച്. ഇവരെന്തെങ്കിലും പറഞ്ഞാകത്താ. അള്ളാഹു കാക്കുമാറാകട്ടെ. എനിക്ക് ഒന്നാമത്തെ പേടിയാ, ഞാൻ ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്നതിനോട് യോജിക്കാത്ത ആളാണ്. കാരണം ഞാനൊരു 7 വർഷം മുമ്പ് 2017-ലോ 18-ലോ എങ്ങാണ്ട് ഒരു വഅദ് പറഞ്ഞു. ഈ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരങ്ങൾ ഞാൻ വഅദ് പറഞ്ഞു 2017-ല്. ഇപ്പം 30 കേസുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. എത്ര കേസുണ്ട്? 30 എണ്ണം. എന്തിന്റെ പേരില? കൊലപാതകം ചെയ്തതിന്റെ പേരിലോ? പ്രസംഗിക്കുമ്പോ എല്ലാരും ഇനി മുതൽ സൂക്ഷിക്കണോ എന്ന് പഠിച്ചോ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരങ്ങളെ കുറിച്ച് പ്രസംഗിച്ചപ്പോ പെണ്ണുങ്ങളെ തല്ലാൻ ഇവരെ പെണ്ണുങ്ങളിൽ നിന്നും വിളിക്കരുതെന്നാ പറയണത്. ഇവരെ എടി വാടി പോടി എന്നൊന്നും വിളിക്കാൻ പാടില്ല. ഇവരെ വലിയ ബഹുമാനത്തോടു കൂടി വിളിക്കണം. വനിതാ കമ്മീഷനിൽ പോയവർക്കറിയാതെ ഇവരെ മഹതിമാരെന്ന് വിളിക്കണമെന്നാ. നിങ്ങളൊന്നും പറയണില്ല റബ്ബേ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരൊന്നും പറയാൻ പാടില്ല. അള്ളാഹു അത് കാരണം അവര് കുഴപ്പമൊന്നുമില്ല. നരകത്തിലധികം ഇവര് തന്നെയല്ലേ. നരകത്തിലധികവും പെണ്ണുങ്ങളാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ ചങ്ങായിമാരെ. ഇവിടെ തൊട്ടകത്ത് പോയി കിടക്കേണ്ട വരും അല്ലേ? സുബ്ഹാനല്ലാഹ്. അതപ്പോ ഞാൻ പറഞ്ഞേ, എന്താ പറഞ്ഞോണ്ടിരുന്നേ? 30 കേസ്. അത് ഓർമ്മിപ്പിക്കാതെ ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ അകം പോലും കണ്ടിട്ടില്ല. എന്റെ ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ആളാ. പക്ഷെ വന്നപ്പോ എത്ര എണ്ണം വന്നു? 33 സ്വർഗത്തിലെ വയസ്സാ. എനിക്ക് കണ്ണൂര് കേസുണ്ട്, കോഴിക്കോടുണ്ട്. ഇങ്ങനെ ഓരോ ജില്ലയിലാ. എവിടൊക്കെ ഇനി വരുമ്പോ എവിടൊക്കെ പോണമെന്നറിയില്ല. കുഴപ്പമില്ല, അധികം പറഞ്ഞതിന്റെ പേരിലല്ലേ. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്ക്, മക്കള് തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണ്. ഈ കുട്ടികളൊക്കെ ശരീരം മറക്കുന്നുണ്ട്, അവരൊത്ത് മറക്കണില്ലല്ലോ. ഇത് നടക്ക ഇങ്ങനെ ആണും പെണ്ണും ഇങ്ങനെ നടക്കതിന്റെ ഒക്കെ ഇവിടെ വയതിന് വരുമ്പോഴും മാത്രം ഈ ഫർദ് ഉള്ളെന്ന്. ട്രെയിനിലൊക്കെ ഒന്ന് കേറണം. സുബ്ഹാനല്ലാഹ്. എന്താ അവസ്ഥ റബ്ബേ. പെണ്ണുങ്ങള് പണ്ട് ഉസ്താദന്മാര് പെണ്ണുങ്ങൾ 2 സമയത്ത് തലമറക്കി. എപ്പോഴൊക്കെയാണെന്നറിയോ? പണ്ടത്തെ പെണ്ണുങ്ങൾ എപ്പോഴൊക്കെയാ? ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, 2 ഉസ്താദിനെ കാണുമ്പോഴില്ലേ. ഏത് തലേ തുണിയിടാത്ത പെണ്ണു ഉസ്താദ് വരുന്നറിയുമ്പോ പെട്ടെന്ന് ഇടൂല്ലേ? അത് പണ്ട്. ഇപ്പോഴോ ഉള്ളത് കൂടെ പോകാതെ സൂക്ഷിച്ചാൽ മതി. അല്ലാഹു അഅലം. ഒരു പേടിയില്ലെന്ന്. ഇതൊരു ധൈര്യം എന്നറിയോ നമ്മുടെ മക്കൾക്കൊക്കെ. ഈ ജുബ്ബയും തൊപ്പി ഇട്ടവരെ പണ്ട് അമുസ്ലിമീങ്ങൾ പോലും ബഹുമാനിക്കൂടൂ. നമ്മുടെ സമുദായം സുബ്ഹാനല്ലാഹ് എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തട്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ഇപ്പൊ നോക്കിക്കോണം. വയത് കഴിഞ്ഞു. എന്തിനാ കുട്ടികളെ കുറ്റം പറയുന്നത്? ഇപ്പൊ വയത് കഴിഞ്ഞില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ ഇരിക്കണ തങ്ങന്മാര് ഉസ്താദന്മാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ദുആയൊക്കെ ചെയ്ത് പാപം മുഴുവനും കഴുകി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഈ ഇറങ്ങിപ്പോകുമ്പോ ഈ വയത് കേൾക്കാൻ വന്നിരിക്കുന്ന വാപ്പമാരിൽ പലരും ഈ ഉടുത്ത മുണ്ടങ്ങോട്ട് മടക്കിയിട്ടൊരു ഉടുത്തലുണ്ട്. വാപ്പാടെ തൊട മുഴുവനും പുറത്ത് കിടക്കും. വയതിന് വന്നവർക്ക് കാണാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പാപ്പ ഇങ്ങനെ കാലിന്റെ തുടയിലടിച്ചോണ്ടാ നടക്കാം. മുണ്ടിങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് നരച്ചിക്കേ. എടാ, നീ എവിടുന്നാടാ വീടി വലിക്കാൻ പഠിച്ചത്? ഞാൻ വാപ്പാടെ കുറ്റി വീടി എടുത്തിട്ട് ആദ്യം പഠിച്ചേ. ഒരു പയ്യന് അസർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഈ പ്രായമുള്ളവർ ഇറങ്ങുമ്പോ ഒരു പയ്യൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുക. ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഈ പ്രായമുള്ളവരുടെ മുമ്പിൽ വെച്ച് വലിക്കുന്നത് കണ്ടപ്പോ ആരുടെ മോനടാ? ഇവിടെ അങ്ങനെ ആൾക്കാർ കൂടിയിട്ട് പ്രായമുള്ളവർ പറയും അത് ഇന്ന ആളുടെ മോൻ ഇങ്ങനെ ചർച്ച ചെയ്യാ. അപ്പൊ ഇത് കേട്ട ഒരു ചെറുപ്പക്കാരൻ ഈ കുട്ടിയുടെ വാപ്പാനെ കണ്ടപ്പോ പറഞ്ഞു, ഹബീബെ, നിങ്ങളുടെ മോൻ ആ പ്രായമുള്ള കാരണവന്മാര് പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോ പരസ്യമായിട്ട് നിന്ന് വീടി വലിക്കണ്ടെന്നൊന്നും പറയണില്ല. അവനെ ഒന്ന് ഉപദേശിക്കണം കേട്ടോ, ഒന്ന് മാറിയൊക്കെ നിന്ന് വലിക്കാൻ. ഈ സഹോദരൻ ആ പയ്യന്റെ വാപ്പാനോട് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ അവനെ ഒന്ന് ഉപദേശിക്കുക, എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ. അവൻ വാപ്പാടെ മുമ്പിൽ ഇരുന്ന് വലിക്കുന്നവനാ.
ഇന്നത്തെ കുട്ടികളോട് ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ ചെയ്ത് എന്നെ കാണിച്ചു തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പത്തെ കുട്ടികൾ ആരെങ്കിലും കള്ളു കുടിക്കോ? ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല. കുടിക്കോ? ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല. കഞ്ചാവ് അടിക്കണതല്ല. ആരൊക്കെ ഇപ്പൊ കള്ളൊക്കെ പാവങ്ങൾക്ക് ഇപ്പൊ കൂടിയ ഐറ്റങ്ങൾ അടിക്കണത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തെറ്റാണെന്ന് പറഞ്ഞ് നീ അസറിന് പള്ളി വരും, മഗ്രിബ് നിസ്കരിച്ച് അള്ളാഹുവെ ഹദ്ദാദിലും പങ്കെടുത്ത് ഉസ്താദിന്റെ കയ്യ് മുസാഫകത്ത് ചെയ്തിട്ട് ഇശാ കഴിഞ്ഞിട്ടാ നീ വീട്ടിൽ പോണ. നീ നല്ലവനാ. നീ വീട്ടിൽ പോകുമ്പോഴോ നിന്റെ ഭാര്യ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക, ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തെറ്റല്ലേ വാപ്പ? തെറ്റല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉള്ള പറ തെറ്റല്ലേ? സിനിമയും സീരിയലും കാണുന്നത് പാവമാണോ? പിന്നെ എന്തിനാ ഇത് മേടിച്ചു വെച്ചേ? ഇതാരാ മേടിച്ചു വെച്ച? നീ ഈ ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ മോള് വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥ നീ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ പോകുമ്പോൾ അവസ്ഥ കണ്ടിട്ടുണ്ടോ? നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ പോലും പ്രായപൂർത്തിയായ സഹോദരന്റെ മുമ്പിൽ ഇതിട്ടോണ്ടാ വന്നിരിക്കുക. നിന്റെ മോനോ ഇത്രയോ ഉള്ള നിക്കറ് ഇട്ടോണ്ടാ വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്ങനെ വരണേ? 15ഉം 16ഉം വയസ്സുള്ള പെങ്ങളുടെ മുമ്പില് മുട്ടിന്റെ മുകളിലുള്ള അതിട്ടോണ്ടാ വരുന്നേ. ഇത് ധൈര്യവാപ്പാ. നിനക്ക് തിരുത്താൻ തോന്നിയില്ലേ? തെറ്റാണെന്ന് നിനക്ക് തോന്നിയില്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ കൂടപ്പുറപ്പല്ലേ? എന്നാ മസല? കൂടപ്പുറപ്പിനെ കാണാൻ പറ്റുമോ? കൂടപ്പുറപ്പിന് ഔറത്ത് കാണാൻ പറ്റുമോ? പോട്ടെ, ഉമ്മാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പാടുണ്ടോ? വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പാടുണ്ടോ? അല്ല മക്കളെ വളർത്തേണ്ടത് എങ്ങനെയെന്നറിയോ? ഇംഗ്ലീഷ് പടം കാണുന്ന ഉപ്പായും ഉമ്മായും കേട്ടോ ഒരുമിച്ചിരുന്നിട്ട് സെക്സ് പടം കാണുന്നവരുണ്ടല്ലോ. അരപ്പാവാടായിട്ട് ആടുന്നതിന്റെ ആട്ടം സഹോദരനും സഹോദരിയും ബാപ്പയും ഉമ്മയും ഒരുമിച്ച് കാണുന്നല്ലോ നീയൊക്കെ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിനകത്ത് കയറാൻ പാടില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് മക്കള്? 7 വയസ്സിന് താഴെ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കും. അപ്പൊ 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിനകത്ത് കയറണമെങ്കിൽ 3 സമയം വാതിലി തട്ടിയിട്ട് അനുവാദം ചോദിക്കാതെ കയറരുതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ 3 സമയം? 1 നട്ടുച്ച സമയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 രാത്രിയിൽ, 3 വെളുപ്പാങ്കാലത്ത്. 3 സമയം ഏതൊക്കെ? വെളുപ്പാങ്കാലം, ഉച്ച സമയം, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ റൂമിനകത്ത് കയറരുത്. കേറിയാൽ